ഹായ് ഗൈസ്, തമ്പനയിൽ കണ്ട പോലെ തന്നെ ചാറ്റ് ജി പി ടി നമുക്ക് തന്ന ഐഡിയ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ഗാർഡൻ ഏരിയയും ഒരു ചെറിയ ബുദ്ധനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് എങ്ങനെയാണ് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് ചാറ്റ് ജി പി ടി ഈ കാര്യത്തിൽ തന്ന ഐഡിയ എന്തൊക്കെയാണെന്നും ചെറിയൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ പെബിൾസ് ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നമ്മൾ ബുദ്ധനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പെബിൾസ് ഇടുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഐ ബട്ടണിൽ. അപ്പോൾ നമ്മൾ ബുദ്ധനെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റക്കുഴിയിലുള്ള ഒരു കെ ക്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. അതായത് കറിച്ചട്ടി മുതൽ നമുക്ക് ഡെക്കറേറ്റീവ് പോട്ടുകൾ, പിന്നെ ഒരുപാട് രീതിയിലുള്ള കരകൗശല വസ്തുക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബുദ്ധനെയും 2 പോട്ടും വാങ്ങി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുകളാണ്. അപ്പോൾ കുറച്ച് സ്റ്റോൺസ്, പെബിൾസും, വലിയ പെബിൾസും, ഇപ്പോൾ ഒരു നാച്ചുറൽ സ്റ്റോൺ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ ആണ് നമ്മൾ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഓൾറെഡി ഉള്ള പെബിൾസൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഈ പെബിൾസ് ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ഒരു നാച്ചുറൽ സ്റ്റോൺ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ബുദ്ധനെ വെക്കാനാണ് നമ്മളിപ്പോൾ തൽക്കാലം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ സ്റ്റോണിന് ഒരു ഇച്ചിരി കനം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അത് പെബിൾസ് ഇട്ട് കഴിഞ്ഞാൽ അത് മൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ടൈൽസ്, പഴയ ടൈൽസ് കിട്ടി. അപ്പോൾ അത് നമ്മൾ ആദ്യം അടിയിൽ വിരിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐഷു ബേബിയാണ് ഇവിടെ എൻ്റെ ഹെൽപ്പറായിട്ടുള്ളത്. ആൾ ഫുൾ ടൈം എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോൺ, ആ കല്ല് നമ്മൾ അങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കല്ല് വെച്ച് കഴിഞ്ഞ് സൈഡിലുള്ള ഗ്യാപ്പെല്ലാം നമ്മൾ പെബിൾസ് ഇട്ട് അങ്ങോട്ട് അടക്കുവാണേ. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച അത്ര ഹൈറ്റ് കിട്ടിയില്ല, എങ്കിൽ പോലും ആ ഒരു പെബിൾസിൻ്റെ ലെവലിൽ തന്നെ ഇത് നിൽക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ള ആ വലിയ പെബിൾസ്, ആ വലിയ കല്ലുകൾ നമ്മൾ ആ ഒരു സൈഡിലുള്ള റംബൂട്ടാൻ ചെടിയുടെ ചുറ്റിനും നമ്മളിത് വെച്ച് കൊടുക്കുവാണേ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പരിപാടികളും നമുക്ക് ചാറ്റ് ജി പി ടി തന്ന ഐഡിയയിൽ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പ്ലേസ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ചാറ്റ് ജി പി ടി അത് നമുക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെടി, ഇതിവിടെ ഉണ്ടായിരുന്നൊരു ചെടിയാണ്, ചെടിയുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയ ആ ഒരു പോട്ടിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ആ ചെടി നമ്മൾ ഈ കല്ലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് വേറൊരു ചെടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതും ചെറിയൊരു പോട്ടിലാണ്, നമ്മൾ വാങ്ങിയൊരു പോട്ടാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അവസാനമായിട്ട് നമ്മുടെ ബുദ്ധൻ, ഇതാണ് നമ്മുടെ ബുദ്ധൻ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് കറക്റ്റ് ആ സ്പോട്ടിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു മുളകിൻ്റെ ചെടി അവിടെ ഉണ്ട്. അപ്പോൾ അത് കളയാൻ തോന്നിയില്ല, അതുകൊണ്ട് അതങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അതും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.